അടുത്ത ടോപ്പിക്ക് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോളിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. ഇതെപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലോക്ക് കൺവേർഷൻ എന്നായിരിക്കും ടേം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അപ്ഗ്രേഡിങ് ഡീഗ്രേഡിങ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നിട്ട് അത് ചോദിക്കാറുണ്ട്, ലോക്ക് കൺവേർഷൻ. സോ അത് ടേം റിഫൈൻമെൻറ്റ് ഓഫ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോൾ, ലോക്ക് കൺവേർഷൻ. അതായത് രണ്ട് ടേംസാണ്, അപ്ഗ്രേഡിങ്ങും ഡൗൺഗ്രേഡിങ്ങും. അപ്ഗ്രേഡിങ് എന്നൊക്കെ ടേംസ് നമുക്കറിയാം, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോവാം, ഡൗൺഗ്രേഡ് ചെയ്യുക പോവാം. സോ അപ്പോൾ ഇവിടെ അപ്ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു ഷെയർഡ് ലോക്കിനെ എക്സ്ക്ലൂസീവ് ലോക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെയാണ് അപ്ഗ്രേഡ് വേർഷൻ എന്ന് പറയുന്നത്. അത് ലോക്ക് കൺവേർഷൻ, ആ ലോക്ക് കൺവേർഷനാണ് അപ്ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്ഗ്രേഡിങ് എ ഷെയർഡ് ലോക്ക് ടു എക്സ്ക്ലൂസീവ് ലോക്ക്, കൺവേർട്ടിങ് എ ലോക്ക് ഷെയർഡ് ലോക്ക് ടു എക്സ്ക്ലൂസീവ് ലോക്കാണ് അപ്ഗ്രേഡിങ് എ ലോക്ക് എന്ന് പറയുന്നത്. ഡൗൺഗ്രേഡ് എന്ന് വെച്ചാൽ കൺവേർട്ടിങ് എൻ എക്സ്ക്ലൂസീവ് ലോക്ക് ടു എ ഷെയർഡ് ലോക്ക്, അതിനാണ് ഡൗൺ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്ഗ്രേഡ് ചെയ്യുക, ഷെയർഡിനെ എക്സ്ക്ലൂസീവിനെ ഷെയർഡ് ആക്കുന്നത് ഡൗൺ ഗ്രേഡ്. അപ്പം ഈ അപ്ഗ്രേഡിങ് ഓപ്ഷൻ നടക്കാൻ പറ്റുന്നത് ഗ്രോയിങ് ഫേസിൽ മാത്രവും, ഇതിനാണ് ഡൗൺ ഗ്രേഡിങ് നടക്കുന്നത് ഷ്രിങ്കിങ് ഫേസിൽ. ഇങ്ങനെ പറഞ്ഞപ്പോൾ വലിയ ഐഡിയ ഒന്നും കിട്ടി കാണിച്ചില്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം എന്താണ്. സോ ഇത് രണ്ട് ട്രാൻസാക്ഷൻ T8ഉം T9ഉം. T8നകത്ത് നോക്കി, ആദ്യമേ നമ്മളൊരു റീഡ് ലോക്ക് ഷെയർഡ് ലോക്ക് A1 കൊടുത്തതിന് ശേഷം റീഡ് ചെയ്യുന്നു, ഷെയർഡ് ലോക്ക് A2 കൊടുത്തിട്ട് റീഡ് ചെയ്യുന്നു. അങ്ങനെ റീഡ് ചെയ്ത് വന്നപ്പോൾ ഓൾമോസ്റ്റ് ട്രാൻസാക്ഷൻ്റെ എൻഡ് ആയപ്പോൾ ഇതേ ഡേറ്റ് ആയിട്ട് ഒന്നുകൂടെ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്, കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ട്രാൻസാക്ഷൻ്റെ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് ആയപ്പോഴാണ് നമുക്ക് ഈ ഡേറ്റ് ആയിട്ട് നമുക്ക് ഒരു അപ്ഡേഷൻ നടത്തേണ്ടി വന്നു. അപ്പോൾ എന്താ, ഇവിടെ നമ്മൾ ഓൾറെഡി ലോക്ക് മോഡ് ഷെയർഡ് മോഡാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ നമുക്കതിനെ എന്താ ചെയ്യേണ്ടി വരിക, എക്സ്ക്ലൂസീവ് മോഡിലോട്ട് കൊടുക്കേണ്ടി വരും, എങ്കിലേ കൺകറൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ. അപ്പോൾ ഇവിടെ ലോക്ക് എക്സ് എന്ന് എഴുതണം, ഇവിടെ ലോക്ക് എക്സ്, ഇവിടെ ലോക്ക് S(A1) എന്ന് എഴുതുവാണെങ്കിൽ ഈ റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പിൽ നമ്മൾ അതിനെ ലോക്ക് X(A1) എന്ന് മാറ്റി എഴുതേണ്ടി വരുമെങ്കിൽ ഇതിന് നമുക്ക് റൈറ്റ് ഓപ്പറേഷൻ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ആ ഒരു ഗ്രോയിങ് ഫേസിൽ തന്നെ ഓൾമോസ്റ്റ് ലാസ്റ്റ് എൻഡ് ആകുമ്പോഴായിരുന്നു ആ ഡേറ്റ് ആയിട്ട് തന്നെ റൈറ്റ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യമേ ലോക്ക് എക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ, കാരണം ജസ്റ്റ് റീഡിങ് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ആയപ്പോഴായിരുന്നു നമുക്ക് റൈറ്റിംഗ് വന്നത്. അപ്പോൾ ആ നേരം മതിയല്ലോ നമുക്ക് തന്നിരിക്കുന്ന ഷെയർഡ് മോഡിനെ എക്സ്ക്ലൂസീവ് ആക്കേണ്ട കാര്യം. ആദ്യമേ എക്സ്ക്ലൂസീവ് ആക്കേണ്ട കാര്യമില്ല, കാരണം എന്താണെന്നറിയാം, ആദ്യമേ എക്സ്ക്ലൂസീവ് മോഡായിരുന്നെങ്കിൽ ഈ ട്രാൻസാക്ഷൻ അവിടെ നിൽക്കും, ജസ്റ്റ് ഇവിടെ റീഡിങ് ആക്കണ്ടോ, ആ റീഡിങ് ഓപ്ഷൻ നടക്കില്ല. പകരം ഇവിടെ നമ്മൾ റീഡ് മോഡിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ റീഡിങ് നടക്കും, ഇവിടെ റീഡിങ് നടക്കും, ഈ ട്രാൻസാക്ഷനും നടക്കും. ഇല്ലെങ്കിൽ അതൊരു ഡെഡ് ലോക്ക് കണ്ടീഷനായി പോകും, അല്ലെങ്കിൽ സ്റ്റാർവേഷൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിലോട്ട് അത് പോകും. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ടു ദ ലാസ്റ്റാണ് നമ്മൾ ആ ഡേറ്റ് ആയിരുന്നു റൈറ്റ് ചെയ്യണം എന്ന് അറിയുന്നതുകൊണ്ട് പിന്നെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് മോഡ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നോക്കി, ലോക്ക് X(A1) റീഡ് ചെയ്തു, ലോക്ക് X(A2) റീഡ് A2 ചെയ്തു, ലോക്ക് X(A3) റീഡ് ചെയ്തു. ദെൻ ടു ദ ലാസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ എന്താ ചെയ്യണത്, A1 റൈറ്റ് ചെയ്യണം എന്ന് അറിയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ മതി, അല്ലാതെ ലോക്ക് X(A1) എഴുതുന്നതിന് പകരം അപ്ഗ്രേഡ് ഓഫ് A1 എന്ന് എഴുതിയാൽ മതി. അത് എപ്പോഴാണ് ചെയ്യുന്നത് വെച്ചാൽ A1 എന്ന് പറഞ്ഞ ഡേറ്റ് ആയിട്ട് സെയിം ഡേറ്റ് ആയിട്ട് തന്നെ ആ സെയിം ട്രാൻസാക്ഷൻ ഓൾറെഡി ഷെയർഡ് മോഡിൽ ലോക്ക്ഡ് ആണ് എങ്കിൽ, അതായത് ഇത് അൺലോക്ക്ഡ് അല്ല, ഓൾറെഡി ഷെയർഡ് ലോക്കിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഗ്രേഡ് ഓഫ് A1 എന്നൊരു ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ലോക്ക് X(A1) ആയി മാറും. മനസ്സിലായോ? സോ അതിനെയാണ് നമ്മൾ അപ്ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തായാലും ഗ്രോയിങ് ഫേസിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. സ്റ്റിൽ ഇൻ ദ ഗ്രോയിങ് ഫേസ്, കാരണം അൺലോക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഗ്രോയിങ് ഫേസിലാണ്, ഗ്രോയിങ് ഫേസിൽ മാത്രമേ നമുക്ക് അപ്ഗ്രേഡിങ് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ലോക്ക് X(A3) എന്നെങ്ങാനും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു A7 അല്ലെങ്കിൽ A5 ഉണ്ടെന്ന് വിചാരിക്കാം. സോ അപ്പോൾ ഇതിനെ എനിക്ക് ഡീഗ്രേഡ് ചെയ്യണം, ലാസ്റ്റ് മിനിറ്റ് തന്നെ എനിക്ക് റീഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എപ്പോഴാണോ അൺലോക്കിംഗ് ഫേസ്, ദാറ്റ് ഇസ് ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഷ്രിങ്കിങ് ഫേസിലോട്ട് പോകുന്നത്, അവിടെ വെച്ച് എനിക്ക് ജസ്റ്റ് ഡീഗ്രേഡ് എന്ന് കൊടുത്താൽ മതി, ഡീഗ്രേഡ് ഓഫ് A5. കാരണം സ്റ്റിൽ ഇറ്റ് ഈസ് ഹോൾഡിങ് ദാറ്റ് ലോക്ക്, അത് ലോക്ക് ഇതേ ട്രാൻസാക്ഷൻ ഇതേ ഡേറ്റ് ആയിട്ട് തന്നെയാണ് ലോക്ക് ചെയ്തേക്കുന്നത്. അതിനെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ X എന്നുള്ളത് മോഡ് മാറി ഓട്ടോമാറ്റിക്കലി ലോക്ക് S(A5) എന്നാകും. അപ്പം ഹയർ ലോക്ക്, ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ് നിന്ന് ഷെയർഡ് ലോക്കിലോട്ട് മാറുന്നതിന് ഡീഗ്രേഡിംഗ് എന്നും, ഷെയർഡ് ലോക്കിൽ നിന്ന് എക്സ്ക്ലൂസീവ് ലോക്കിലോട്ട് മാറുന്നതിന് അപ്ഗ്രേഡിംഗ് എന്നും പറയും. അപ്ഗ്രേഡിങ് നടക്കേണ്ടത് എപ്പോഴും ഗ്രോയിങ് ഫേസിലും ഡീഗ്രേഡിങ് നടക്കേണ്ടത് എപ്പോഴും ഷ്രിങ്കിങ് ഫേസിലും. അതേ ഉള്ളൂ ഡിഫറൻസ്. മനസ്സിലായി? അപ്പോൾ അതൊരു റൂളായിട്ട് ഇവിടെ പറയുവാണ്. ഒരു ട്രാൻസാക്ഷൻ ഒരു റീഡ് ഓഫ് ക്യൂ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആദ്യമേ അതിനൊരു ലോക്ക് SQ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക, അതിനുശേഷം റീഡ് ചെയ്യുക.
ദെൻ ഒരു ട്രാൻസാക്ഷനെ ഒരു റൈറ്റ് ഓഫ് ക്യൂ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ സിസ്റ്റം ആദ്യം ചെക്ക് ചെയ്യുന്നത് ആ ട്രാൻസാക്ഷന് ഓൾറെഡി ഇതേ ഡേറ്റ ഐറ്റത്തിന് ഒരു ഷെയർഡ് ലോക്ക് ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി തന്നെ ഇപ്പോൾ ഇവിടെ റൈറ്റ് ഓഫ് ഓപ്ഷൻ വന്നപ്പോൾ ഇങ്ങനെ റൈറ്റ് ഓപ്ഷൻ സിസ്റ്റം ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ ഡേറ്റ ഐറ്റത്തിന് ഈ സെയിം ട്രാൻസാക്ഷനിൽ ഓൾറെഡി ഒരു റീഡ് ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ. റീഡ് ലോക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഗ്രേഡ് എന്ന് എഴുതി കൊടുത്താൽ മതി. ഓൾറെഡി ഹോൾസ് ഷെയർഡ് ലോക്ക് ഓൺ ക്യൂ, സോ ഇഫ് ഇറ്റ് ഡസ് ദെൻ ദ സിസ്റ്റം ഇഷ്യൂസ് ആൻ അപ്ഗ്രേഡ് ഓഫ് ക്യൂ എന്ന് മാത്രമേ കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യമായിട്ടാണ് അങ്ങനെ റൈസ് ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലോക്ക് എക്സ് ഓഫ് ക്യൂ എന്ന് കൊടുക്കണമായിരുന്നു. ദെൻ അതുപോലെ ഒരു കാര്യം, എല്ലാ ലോക്കും ട്രാൻസാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുമ്പോഴോ മാത്രമേ അൺലോക്ക് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇവിടെ മേലുള്ളത് കമ്മിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രമേ അൺലോക്കിംഗ് ഫേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന ഈ റൂൾ. ദാറ്റ് ഈസ് അപ്ഗ്രേഡിംഗ് ഫേസ് ആൻഡ് ഡീഗ്രേഡിംഗ് ഫേസ്. അതാണ് ഈ പറയുന്ന രണ്ട് ഫേസ്. കേട്ടോ, ഇറ്റ്സ് റിഫൈൻമെൻറ്റ് ഓഫ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോൾ എന്നോ ലോക്ക് കൺവേർഷൻ എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്.